മൗണ്ടൻ ലയൺസിന്റെ ഒരു ഗ്രൂപ്പിനെ കാണിച്ചിട്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ഇതൊരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും പിന്നെ ഒരു മകനും ഒരു മകളുമാണുള്ളത്. ഈ മൗണ്ടൻ ലയൺസിനെ പ്യൂമാസ് എന്നും കൂഗർ എന്നും വിളിക്കും. അവരിങ്ങനെ അവിടുത്തെ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ കൂട്ടത്തിൽ അച്ഛൻ മകന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ കളിച്ചു നിൽക്കല്ലേ, ആ കാണുന്ന മലയുടെ മുകളിലേക്ക് നമുക്ക് കയറണം. ഈ ഏരിയയിൽ മനുഷ്യരുണ്ട്, അവർ ഡേഞ്ചറസ് ആണ്, അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും, അതുകൊണ്ട് നമുക്ക് മലയുടെ മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുന്നിലോടുകയാണ്. അതിന്റെ പുറകിലായിട്ട് ബാക്കിയുള്ളവരും പോയി. അങ്ങനെ അവർ മലയുടെ മുകളിലേക്ക് എത്തി. ഇതിൽ മകന്റെ പേര് ക്യാരക് എന്നാണ്. അവൻ നോക്കുമ്പോൾ അവിടെ നിന്ന് മനുഷ്യരെ കാണുന്നുണ്ട്. ഒരു കൗതുകത്തിന്റെ പുറത്ത് അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കാണുന്ന അവന്റെ അച്ഛൻ പറയുന്നത്, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? മനുഷ്യരുടെ അടുത്തേക്കോ? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ അവർ ഡേഞ്ചറസ് ആണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പക്ഷെ എനിക്കെന്തോ അച്ഛാ മനുഷ്യരോട് നല്ല താല്പര്യം തോന്നുന്നുണ്ട്, എനിക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയണം എന്നാണ് ക്യാരക് പറയുന്നത്. അതേക്കുന്ന അച്ഛൻ പറയുന്നത്, നോക്കുമോനെ, നിന്റെ ചിന്തകളൊക്കെ വളരെ മോശമാണ്. ഇപ്പൊ തന്നെ നീ തീരുമാനിക്കണം. ഒന്നുകിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് മനുഷ്യരുടെ കൂടെ നിൽക്കാം. എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നീ തീരുമാനിച്ചോ എന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാൽ അച്ഛന്റെ ആ ഉപദേശം അവൻ വില വെച്ചില്ല. എനിക്ക് മനുഷ്യരെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും പറഞ്ഞിട്ട് അവൻ താഴെ നിൽക്കുന്ന ആ മനുഷ്യരുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, വുഡ് വാക്കേഴ്സ്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് ജെ എന്നാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ അവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് ചെന്നു. ഇവന്റെ ഫാമിലിയിലുള്ളത് അച്ഛൻ, അമ്മ, പിന്നെ ഒരു ബ്രദർ, പിന്നെ ഒരു സിസ്റ്റർ. എന്നാൽ ഈ ജെ എന്ന് പറയുന്നത് ഈ അച്ഛന്റെ അമ്മയുടെ യഥാർത്ഥ മകനല്ല, അവരിവനെ ദത്തെടുത്താണ്. ഇപ്പൊ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടുത്തെ ടേബിളിലേക്ക് വന്നിരുന്നു. ഈ സമയം ചേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിക്കേ, മാന്തിയ പാട് കണ്ടോ? തലേ ദിവസം രാത്രി അവൻ ജെയുമായിട്ട് അടിയുണ്ടാക്കി. ജെ ഒരു പാവം കുട്ടിയാണ്. എന്നാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് അവൻ അവന്റെ ചേട്ടന്റെ മുഖത്ത് മാന്തിയതാണ്. ആ ഒരു ദേഷ്യത്തിലാണ് ചേട്ടൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ജെയുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നടക്കാൻ പോവാണ്. അതായത് അവനൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ അത് സാധാരണ സ്കൂളല്ല, നല്ല റിച്ച് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എന്നാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ സ്കൂളിൽ അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയതല്ല. ആ സ്കൂളുകാര് ഇവനെ തേടിപ്പിടിച്ച് അവിടുത്തെ അഡ്മിഷന് വേണ്ടി ഇവനൊരു ഇൻവിറ്റേഷൻ കൊടുത്തതാണ്. പിന്നെ ആ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിനടുത്താണ് ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ആ സ്കൂളിന് ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. ആ സ്കൂളിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യനും മൃഗങ്ങളും ഇടപഴകി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് അവന്റെ ഫാമിലിക്ക് ഇത്ര ഇൻട്രസ്റ്റ്. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു വിമാനത്തിന് നാഷണൽ ഹൈവേയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അതിന്റെ കാരണം പക്ഷികളാണ്. പക്ഷികൾ വന്നിട്ട് ആ വിമാനത്തിന് അറ്റാക്ക് ചെയ്യായിരുന്നു. എന്നാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഈയിടെയായിട്ട് പല മൃഗങ്ങളും മനുഷ്യരെ പല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ അവറ്റകൾ മനുഷ്യരെ കൊല്ലുന്നില്ല. അതിന് പകരം മനുഷ്യരുടെ സാധനങ്ങളൊക്കെ അവറ്റകൾ നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ മുതലകൾ വന്നിട്ട് ഒരു ബോട്ടിനെ മറിച്ചിട്ടു. ഇങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മൃഗങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ജയും കൂട്ടരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും മാത്രമേ ജയുടെ കൂടെ പോകുന്നുള്ളൂ. ചേട്ടൻ ദേഷ്യത്തിലായതുകൊണ്ട് അവൻ പോകുന്നില്ല. അങ്ങനെ അച്ഛനും അമ്മയും ചേട്ടന്റെ അടുത്ത് യാത്ര പറഞ്ഞതിന് ശേഷം അവരവരുടെ വണ്ടിയിലേക്ക് കയറി. ഈ സമയം അവിടെ ഒരു മരത്തിന്റെ മുകളിലായിട്ട് 2 കാക്കകൾ ഇരിക്കുന്നുണ്ട്. അവർ വണ്ടി അവിടെ നിന്ന് എടുത്തപ്പം ആ കാക്കകളും ആ വണ്ടിയെ ഫോളോ ചെയ്യാണ്. എന്നാൽ ഇപ്പം ജെ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ കുറെ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ കാക്കകളുടെ ശബ്ദം കേട്ടു. അവൻ നോക്കുമ്പോൾ ആ കാക്കകൾ അവരുടെ പുറകെ തന്നെയുണ്ട്. മാത്രമല്ല യാത്രയിലുടനീളം പല സ്ഥലങ്ങളിലും അവൻ ആ കാക്കകളെ കാണുന്നുണ്ട്. അതിൽ നിന്നും ആ കാക്കകൾ അവരെ ഫോളോ ചെയ്യാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ കുറെ യാത്ര ചെയ്ത് സമയം രാത്രിയായി കഴിഞ്ഞപ്പം അവരൊരു ഹോട്ടലിൽ റൂം എടുത്തു. ജെ ഇപ്പം അവിടുത്തെ ബാത്റൂമിൽ നിന്നിട്ട് പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പുറകിലായിട്ട് അവരുടെ അമ്മ ഇരിക്കുന്നുണ്ട്. അവരിപ്പം ആ സ്കൂളിന്റെ ബ്രൗഷർ എടുത്ത് ആ സ്കൂളിന്റെ പ്രത്യേകതകളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനിപ്പോ അവന്റെ അമ്മയുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മകനല്ലാത്തതുകൊണ്ട് എന്നെ ഒഴിവാക്കാനല്ലേ നിങ്ങൾ ഇത്രയും ദൂരത്തുള്ള ഒരു സ്കൂളിൽ എന്നെ കൊണ്ടാക്കുന്നത്, അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവൻ റൂമിലേക്ക് പോവാണ്. അവൻ അങ്ങനെ പറഞ്ഞപ്പം അവന്റെ അമ്മയ്ക്ക് ശരിക്കും വിഷമമായി. അവരിപ്പോ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നെ എന്റെ യഥാർത്ഥ മകനായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും ദൂരത്തുള്ള ഈ സ്കൂളിൽ നിന്നെ കൊണ്ടാക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഇത് വളരെ നല്ലൊരു സ്കൂളാണ്. അതുകൊണ്ട് നിനക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ട് ചേർക്കുന്നത് എന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അങ്ങനെ അമ്മയോടുള്ള സംസാരത്തിന് ശേഷം അവൻ അവിടെ കിടന്നുറങ്ങി. കുറച്ചു സമയം കഴിയുമ്പോഴാണ് ഒരു ഓരിയിടൽ കേൾക്കുന്നത്. അവൻ എഴുന്നേറ്റിട്ട് അവിടുത്തെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ ഏരിയയിലായിട്ട് ഒരു മൈനിങ് സൈറ്റ് ഉണ്ട്. 4 ചെന്നായ്ക്കൾ ഇപ്പം ആ മൈനിങ് നടക്കുന്ന ബിൽഡിങ്ങിനകത്തേക്ക് ഓടിപ്പോവാണ്. അവറ്റകൾ പോയി കുറച്ചു സമയം കഴിയുമ്പോൾ ആ മൈനിങ് സൈറ്റിലെ കറണ്ട് മൊത്തം അടിച്ചുപോയി. അത് ആ ചെന്നായ്ക്കളുടെ പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. കുറച്ചു സമയം കൂടെ അവിടേക്കൊന്ന് നോക്കി നിന്നതിന് ശേഷം അവൻ ബെഡിലേക്ക് ഒന്ന് കിടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരിപ്പം ഒരു മലയടിവാരത്തിലൂടെ ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സമയം ആ 2 കാക്കകളും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ സ്കൂളിലേക്ക് എത്തി. ഒരു കിടിലൻ സ്കൂളായിരുന്നത്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ക്ലിയർ വാട്ടർ എന്ന സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയർ വാട്ടർ ഹൈസ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര്. അങ്ങനെ അവർ വണ്ടി നിർത്തി ജെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാക്കകൾ അവിടേക്ക് വന്നിരിക്കുന്നവൻ കണ്ടു. അവറ്റകൾ ഇപ്പം ഒരു ബോർഡിന്റെ അപ്പുറത്തേക്കാണ് വന്നിറങ്ങുന്നത്. എന്നാൽ വന്നിറങ്ങിയ ഉടനെ തന്നെ അവറ്റകൾ ഷേപ്പ് ഷിഫ്റ്റായി. ഇപ്പൊ ആ 2 കാക്കകള് 2 മനുഷ്യരായിട്ട് മാറിയിരിക്കുകയാണ്. 2 പെൺകുട്ടികളായിരുന്നു അത്. ഇതിൽ പൊക്കം കുറഞ്ഞ പെണ്ണിന്റെ പേര് വിങ് എന്നും പൊക്കം കൂടിയ പെണ്ണിന്റെ പേര് ഷാഡോ എന്നുമാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ സ്കൂളിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്താണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത്. ഇവരുടെ പേര് ലിസ എന്നാണ്. ഈ പ്രിൻസിപ്പളാണ് ജെയിൻ ഇൻവിറ്റേഷൻ അയച്ചത്. അങ്ങനെ ലിസ ഇപ്പം ജെയുടെ ഫാമിലിയെ അവിടെയുള്ള റൂമിലേക്ക് വിളിച്ചോണ്ടുപോയി. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ അവന്റെ ഫാമിലിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആദ്യം അവർ ചോദിക്കുന്നത് ഇവന്റെ യഥാർത്ഥ അച്ഛനും അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാണ്. അത് കേൾക്കുമ്പോൾ ജെയുടെ അമ്മ ജെയിൻ എങ്ങനെയാണ് കിട്ടിയത് എന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. ഇവന്റെ ഫാമിലിയെ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അവരെ കാണാതായെന്ന് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷനിലാണ്. അങ്ങനെ പോലീസുകാരെ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞാനാണ് ഇവനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഞാൻ അന്ന് ചെല്ലുമ്പോൾ ഇവൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവന്റെ പേര് പോലും ഇവൻ അറിയില്ലായിരുന്നു. മാത്രമല്ല ഇവന്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. ഇവന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്റെ ഫാമിലിയെ കൺവിൻസ് ചെയ്തിട്ട് ഇവനെ ദത്തെടുക്കായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾ ഇവനിട്ട പേരാണ് ജെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതേക്കുന്ന ലിസ പറയുന്നത് ഈ സ്കൂള് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്. അവർ സ്പെഷ്യൽ സ്കിൽസ് ഉള്ള കുട്ടികളൊക്കെ കണ്ടുപിടിക്കും. അവരുടെ അന്വേഷണത്തിലാണ് ഞങ്ങൾ ഈ ജയനെ കുറിച്ച് അറിഞ്ഞത് എന്നാണ് ലിസ പറയുന്നത്. അതേക്കുമ്പോ അപ്പൊ ഇവനിവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾ എത്ര കാശ് നിങ്ങൾക്ക് തരേണ്ടി വരും എന്നാണ് അവന്റെ അമ്മ അടുത്തായിട്ട് ചോദിക്കുന്നത്. ഓ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ആൻഡ്രൂ മില്ലർ എന്ന പേരുള്ള ഒരു ബില്യനെയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജ്യത്ത് പലയിടങ്ങളിലായിട്ടും അയാൾക്ക് ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. ഈ സ്കൂളിന് വേണ്ടി അയാളും പൈസ മുടക്കുന്നുണ്ട്. ഞങ്ങൾ ജെയുടെ കാര്യം ആദ്യം അയാളുടെ അടുത്താണ് പറഞ്ഞത്. ഇവനെ കുറിച്ച് കേട്ടപ്പോൾ അയാൾക്കും ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ഇവനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് എന്നാണ് ലിസ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ലിസ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സ്കൂളും പരിസരവും ഒന്ന് ചുറ്റി കറങ്ങിട്ട് വാ, എനിക്ക് ജെയുടെ അടുത്ത് ചില കാര്യങ്ങൾ തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ലിസ ജെയുടെ അമ്മയും സിസ്റ്ററിനെയും അവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞുവിടാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലിസ ഇപ്പൊ പേഴ്സണലായിട്ട് ജെയുടെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ വളരെ പവർഫുൾ ആണ്, ഫാസ്റ്റുമാണ്, മാത്രമല്ല നീ ഒരു പ്രിഡേറ്ററുമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതേക്കുമ്പോ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് അവന്റെ ചോദ്യം. നോക്ക് ജെ, ഞാനും നിന്നെ പോലെ തന്നെ ഒരു ഷേപ്പ് ഷിഫ്റ്ററാണ്. നമ്മളെപ്പോലുള്ളവർക്ക് പരസ്പരം കണ്ടാൽ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. നിനക്കിപ്പോ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്കും ആ കഴിവ് കിട്ടും. ഇനി പറ, നീ ഏത് മൃഗമാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതേക്ക് അവൻ പറയുന്നത് ഞാനൊരു പ്യൂമയാണെന്നാണ്. നമ്മൾ ഈ സിനിമ ആരംഭിക്കുമ്പോൾ പ്യൂമയുടെ ഒരു ഫാമിലിയെ കണ്ടിട്ടില്ലായിരുന്നു. അതിലെ ക്യാരകാണ് ഇവൻ. അന്ന് അവൻ അവന്റെ അച്ഛനെയും അമ്മയും മിസ്സായതാണ്. പിന്നെ അവൻ അവരെ കണ്ടിട്ടേ ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ ഈ സ്കൂള് തുടങ്ങിയിരിക്കുന്നത് ഇതുപോലുള്ള ഷേപ്പ് ഷിഫ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ സ്കൂളിലുള്ള ആരും തന്നെ മനുഷ്യരല്ല, അവർ പകുതി മനുഷ്യരും പകുതി മൃഗവുമാണ്. അവരെയാണ് വുഡ് വാക്കേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ലിസ അവന്റെ അടുത്തേക്ക് എന്നിരുന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലും നിന്റെ കൺട്രോൾ വിട്ടു പോയിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ എന്റെ കൺട്രോൾ വിട്ട് പോകാറുണ്ട്. പിന്നെ ഞാൻ എന്റെ അഡോപ്റ്റീവ് ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിൽ പിന്നെ ഞാൻ എന്റെ രൂപം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല എന്നാണ് അവനതൊരു മറുപടി പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സ്കൂളിൽ ഞങ്ങൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് മൃഗങ്ങളായിട്ട് ജീവിക്കാം, അതേപോലെ എങ്ങനെ നമുക്ക് മനുഷ്യരായിട്ട് ജീവിക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിന്നെക്കുറിച്ച് നിന്റെ അഡോപ്റ്റീവ് ഫാമിലിക്ക് അറിയാമോ എന്നാണ് അവരുടെ അടുത്ത ചോദ്യം. ഇല്ല, ഞാനൊരു പ്യൂമയാണെന്നുള്ള കാര്യം എന്റെ അഡോപ്റ്റീവ് ഫാമിലിക്ക് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഓ, അങ്ങനെയാണല്ലേ, അത് നല്ലതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മനുഷ്യർ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് അവരിതിന് മറുപടി പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു അലാറം അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും ലിസ അവനെയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം ജെയുടെ അമ്മയും അനിയത്തി അവിടെ നിൽക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഒരു മൂസ് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിനെ പോലെ നല്ല വലുപ്പമുള്ള ഒരു ജീവിയാണ്. ഇപ്പൊ ലിസ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവർ ആ മൂസ് അങ്ങോട്ട് വന്ന കാര്യം ലിസയുടെ അടുത്ത് പറഞ്ഞു. അതേക്കുമ്പം ഈ സ്കൂള് നിർമ്മിച്ചതിന്റെ പർപ്പസ് ഇത് തന്നെയാണ്. കാട്ടിൽ നിന്നും ചിലപ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, അത് നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരവരുടെ കയ്യിലുള്ള റിമോട്ടിൽ ഞെക്കി. അതോടുകൂടെ ആ അലാറം അടിക്കുന്ന സൗണ്ട് ഓഫായി. അങ്ങനെ ജെയുടെ അമ്മയെ അനിയത്തി അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ലിസ ഇപ്പൊ ജെയുടെ അടുത്തൊരു കാര്യം പറയാണ്. നീ ആ നിൽക്കുന്ന മൃഗങ്ങളെ കണ്ടില്ലേ, ഇവരെല്ലാവരും നിന്നെ പോലുള്ളവരാണ്. ഇപ്പൊ ഈ അലാറം അടിച്ചത് നമ്മളെപ്പോലല്ലാത്ത മനുഷ്യരിങ്ങോട്ട് വരുന്നുണ്ട് എന്നവർക്കൊരു വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവര് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ലിസ അവന്റെ അടുത്ത് പറയുന്നത്. അത്രയും സംസാരിച്ചതിന് ശേഷം ലിസ അവനെയും കൂട്ടി അവന്റെ അമ്മയുടെ അനിയത്തിയുടെ അടുത്തേക്ക് തന്നെ നിന്നു. അവരവിടുത്തെ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോഴാണ് ഒരു പെൺകുട്ടി മുകളിലേക്ക് കയറി വരുന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ ജെയ്ക്ക് ഒരു സ്പാർക്ക് അടിച്ചു. അവക്കും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം തിരിഞ്ഞു നോക്കിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ തിരിഞ്ഞു നോക്കി നടന്ന അവൻ അവിടെ നിൽക്കുന്ന ഒരു പയ്യന്റെ ദേഹത്ത് എന്നിട്ട് മുട്ടി. ഈ പയ്യന് ഒരു ഗ്യാങ് ഉണ്ട്. അവർ 4 പേര് എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. അവൻ ദേഹത്ത് വന്ന് മുട്ടിയതുകൊണ്ട് ആ പയ്യൻ അവരുടെ അടുത്ത് ചൂടാവാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഗ്യാങ്ങിലെ ജെഫ്രി എന്ന് പറഞ്ഞൊരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ജെയിൻ ഒന്ന് മണപ്പിച്ചു നോക്കുകയാണ്.
നിനക്കൊരു പൂച്ചയുടെ മണമാണല്ലോ എന്നാണ് ജെഫ്രി പറയുന്നത്. അതേക്കുമ്പോൾ നിന്റെ മണം ഒരു പട്ടിയുടേതല്ലേ, അതിനേക്കാളും നല്ലതാണ് എന്റെ മണം എന്നാണ് ജെ അതിന് മറുപടി പറയുന്നത്. അത് ജെഫ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനിപ്പോ ജയനെ നോക്കി മുരളാൻ തുടങ്ങി. ജയും വിട്ടുകൊടുക്കുന്നില്ല. ജയ്ക്ക് ദേഷ്യം വരുന്നതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാക്കൊക്കെ പുറത്തേക്ക് വന്നു. എന്നാൽ ഈ സമയത്താണ് അവരുടെ ഒരു സാർ അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് ജോൺ എന്നാണ്. അയാൾ അതിൽ കയറി ഇടപെട്ടതുകൊണ്ട് ജെഫ്രിയും ടീം അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ മൊത്തം കണ്ടതിന് ശേഷം ജയുടെ ഫാമിലിക്ക് ഇപ്പൊ പോകാൻ സമയമായി. അവരിങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ബില്യണറായ ആൻഡ്രൂ മില്ലിംഗ് അങ്ങോട്ട് വരുന്നത്. അയാൾ അവരെ ഒന്ന് നോക്കിയതിന് ശേഷം സ്കൂളിന്റെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ നിന്നതിന് ശേഷം ജയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവന്റെ ഫാമിലി അവിടുന്ന് പോവാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഇവനെ ക്യാരഗ് എന്ന് വിളിക്കാം. അങ്ങനെ ഫാമിലി പോയതിനു ശേഷം ലിസ ക്യാരഗിനെയും കൂട്ടി നേരെ ആൻഡ്രൂവിന്റെ അടുത്തേക്കാണ് പോകുന്നത്, അയാളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാൾക്ക് ശരിക്കും സന്തോഷമായി. അതിന്റെ ഒന്നാമത്തെ കാരണം അയാളും ഒരു പ്യൂമയാണ്. രണ്ടാമത്തെ കാരണം ഈ സ്കൂളിലെ ആദ്യത്തെ പ്യൂമയാണ് അവൻ. അയാളിപ്പോ ഒരു കാര്യം അവന്റെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് നീ പ്യൂമാസിന്റെ കൂടെയാണോ വളർന്നതെന്ന്. അതേക്ക് നാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ഈ മനുഷ്യരെ ഭയങ്കര പേടിയായിരുന്നു. മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പുള്ളി ഓടി ഒളിക്കും. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നില്ല. എനിക്ക് മനുഷ്യരുടെ ലോകത്തെ കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ മനുഷ്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. അന്ന് എനിക്ക് എന്റെ അച്ഛനെയും കുടുംബത്തെയും മിസ്സായതാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ലിസ അവനെയും വിളിച്ചുകൊണ്ട് അവന്റെ റൂം കാണിച്ചു കൊടുക്കാൻ പോവാണ്. വളരെ മനോഹരമായിട്ടുള്ള റൂമായിരുന്നത്. അവൻ അതിന്റെ അകത്തേക്ക് ആക്കിയതിനു ശേഷം അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ലിസ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ലിസ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. ആരോ അവന് വിളിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ജനലിന്റെ അപ്പുറത്തായിട്ട് ഒരു അണ്ണാനെ കാണുന്നുണ്ട്. ആ അണ്ണാനാണ് അവനെ വിളിച്ചത്. ഇനി ഇവര് മൃഗങ്ങളായിരിക്കുമ്പോൾ സംസാരിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് വാക്കേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ടെലിപ്പതിക്കാണ്, മനസ്സിലാണ് അവർ സംസാരിക്കുക. അത് അവർക്ക് പരസ്പരം കേൾക്കാൻ പറ്റും. അങ്ങനെ ആ അണ്ണാൻ പറഞ്ഞതിനെ തുറന്നിട്ട് അവൻ ആ ജനല് തുറന്നു കൊടുത്തു. അതിനെ തുറന്ന് അണ്ണാൻ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നതിന് ശേഷം അണ്ണാൻ അതിന്റെ രൂപം മാറി. അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവളുടെ പേര് ഹോളി എന്നാണ്. ഇനി മുതൽ ഈ ക്യാരഗിന്റെ ഗൈഡാണ് അവള്. അങ്ങനെ അവര് തമ്മിൽ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റൂമിൽ അടുത്ത താമസക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്നപ്പോൾ ക്യാരഗിനെ കണ്ടു. ഈ സമയം അവൻ അവിടെ നിന്നിട്ട് മണം പിടിക്കാൻ തുടങ്ങി. ക്യാരഗ് ഒരു പ്യൂമയാന്ന് മനസ്സിലാവുമ്പോൾ എനിക്ക് നിന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവനൊരു മുയലായിരുന്നു. ഇനി ക്യാരഗിന്റെ കൂടെ എങ്ങാനും കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രി പിടിച്ച് തിന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് ഓടിപ്പോയത്. ഇപ്പൊ ഹോളി പറയുമ്പോഴാണ് ആ കാര്യം ക്യാരഗിന് മനസ്സിലാവുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഹോളി ഇപ്പൊ ക്യാരഗിനെയും കൊണ്ട് കാട്ടിലുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് പോവാണ്. അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ അവരങ്ങോട്ട് നടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ആ ലൂ എന്ന് പറഞ്ഞ പെൺകുട്ടി കണ്ടുവരുന്നത്. ഇവളൊരു എൽക്കാണ്. ഇവളിപ്പം ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ന്യൂസിൽ ഒരു കാര്യം കണ്ടിട്ടില്ലായിരുന്നു, നാട്ടിലെ മനുഷ്യരുടെ സാധനങ്ങളൊക്കെ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അത് ഈ വുഡ് വാക്കേഴ്സ് ആണ് എന്ന കാര്യമൊക്കെ അറിയാം. പക്ഷെ ആരാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവൾ. ഇപ്പൊ അവള് വന്നിട്ട് ഹോളിയുടെ അടുത്ത് പറയുന്നത് ഇപ്പൊ സിറ്റിയിൽ നടക്കുന്ന ആനിമൽ അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. അതിനിടയിൽ അവൾ ക്യാരഗിനെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് അവരിപ്പോ ആ ഗ്രൗണ്ടിലെത്തി. അവിടെ കുറെ കുട്ടികൾ കൂടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ട്രെയിനിങ് നടത്തുന്ന ടീച്ചർ ഈ ലൂവിന്റെ അച്ഛനാണ്. അങ്ങനെ ഹോളിയും ക്യാരഗും ആ ഗ്രൗണ്ടിലേക്ക് എത്തി. അയാൾ അവിടെ നിന്നിട്ട് അവിടുത്തെ ചില റൂൾസ് ഒക്കെ പറയാണ്. അതിൽ ഒന്നാമത്തെ റൂള്, ഒരിക്കലും ഇവര് രൂപം മാറുന്നത് മൊബൈലിൽ ഷൂട്ട് ചെയ്യരുത്. രണ്ടാമത്തെ റൂള്, ഈ ട്രെയിനിങ് സെക്ഷനിൽ വെച്ചിട്ട് മാത്രമേ ഇവർ രൂപം മാറാൻ പാടുള്ളൂ, അതും ഒരു ടീച്ചറുടെ പെർമിഷനോടെ മാത്രം. ഈ രണ്ട് റൂൾസ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്. ആ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ഇപ്പൊ ക്യാരഗിനെ വിളിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ ലിസയോ ആൻഡ്രിയോ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ നടന്നു ചെന്നിട്ട് അവിടെയുള്ള ഒരു പാറയിലേക്ക് കയറി. എന്നാൽ ഈ സമയം ബ്രാൻഡൻ എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് തീരെ കൺട്രോൾ എടുത്തില്ല. അതുകൊണ്ട് അവൻ എപ്പം മൃഗമാവും എന്ന കാര്യം ആർക്കും പ്രൊഡിക്ട് ചെയ്യാനും പറ്റത്തില്ല. ഇപ്പൊ അവിടുത്തെ ടീച്ചർ ക്യാരഗിനോട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഷേപ്പ് ഷിഫ്റ്റ് ആവുന്നത് ഈ ബ്രാൻഡൻ ആണ്. ഇവനൊരു ബൈസൺ ആണ്, കാട്ടുപോത്ത്. അവൻ പെട്ടെന്ന് അവന്റെ രൂപം മാറിയെന്ന് കാണുമ്പോൾ ടീച്ചർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നിന്നോട് ആരാണ് ഇപ്പൊ രൂപം മാറാൻ പറഞ്ഞത് എന്നാണ് ടീച്ചർ വയ്ക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് കൺട്രോൾ ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ക്യാരഗ് ഇപ്പം ആ പ്യൂമയാവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കുറെ കാലമായി അവൻ അവന്റെ മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ട്, അതുകൊണ്ട് തന്നെ എത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും അവൻ ആ പ്യൂമയാവാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ ലിസ അവന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അവനൊന്ന് സമാധാനിപ്പിക്കാൻ തുടങ്ങി. നീ കുറെ കാലമായില്ലേ നിന്റെ രൂപം മാറിയിട്ട്, അതുകൊണ്ടാണ് നിനക്കിപ്പോ പറ്റാത്തത്. നീ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യ്, കണ്ണടച്ച് നീ നിന്റെ ഫാമിലിയെ തന്നെ ചിന്തിക്കേ, അപ്പം നിനക്കതിന് പറ്റും എന്നാണ് ലിസ പറയുന്നത്. അതിനെ തുടർന്ന് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ പതുക്കെ പതുക്കെ അവന്റെ രൂപം ഇങ്ങനെ മാറുകയാണ്. അങ്ങനെ ക്യാരഗ് ഇപ്പം ആ പ്യൂമയായിട്ട് മാറി. അതൊക്കെ കണ്ട് ലിസയാണെങ്കിൽ ശരിക്കും സന്തോഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ലിസ പറഞ്ഞതിനെ തുറന്നിട്ട് ബാക്കിയുള്ളവരും രൂപം മാറാൻ തുടങ്ങി. ഈ ലിസ എന്ന് പറയുന്നത് ഒരു പരുന്താണ്. അവളിപ്പം ആ പരുന്തിന്റെ രൂപത്തിലേക്കായി. കുറച്ചപ്പുറത്തായിട്ട് ആ വിങ്ങും ഷാഡോയും നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇപ്പൊ കാക്കകളായി. പിന്നെ നമ്മുടെ പയ്യനും അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവന്റെ മുയൽ രൂപത്തിലേക്ക് മാറി. പിന്നെ ആ ജെഫ്രിയും ടീമും ഉണ്ടല്ലോ, ഇവര് 4 പേരും ചെന്നായ്ക്കളാണ്. അവരും ഇപ്പം അവരുടെ ചെന്നായ്ക്കളുടെ രൂപത്തിലേക്ക് മാറി. അങ്ങനെ എല്ലാവരും മൃഗങ്ങളായി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ സംസാരിച്ച് ലിസ ആ ട്രെയിനിങ് സെക്ഷൻ പിരിച്ചുവിടാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ക്യാരഗ് ഇപ്പം അവന്റെ റൂമിൽ റെസ്റ്റ് എടുക്കാണ്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ബ്രാൻഡൻ അങ്ങോട്ട് വരുന്നത്. ഇനി ഇവനാണ് ക്യാരഗിന്റെ റൂംമേറ്റ്. അവൻ വന്നതിനെ തുടർന്നിട്ട് ആ ഹോളി അങ്ങോട്ട് വന്നു.
അങ്ങനെ അവർ 3 പേരും കൂടെ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മെസ്സിലേക്ക് പോവാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് അവരൊരു സീറ്റും അന്വേഷിച്ചിട്ട് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ കാക്കകൾ അങ്ങോട്ട് വരുന്നത്, വിങ്ങും ഷാഡോയും. ഇപ്പോഴാണ് അവർ വന്നിട്ട് ക്യാരകിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം അവർ രണ്ടുപേരും അവിടുന്ന് പോയി. ഈ സമയത്താണ് ഹോളി അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ സ്കൂളിലുള്ളവർ നിന്നെ കണ്ടുപിടിച്ചതെന്ന്? നിന്നെ സ്പോട്ട് ചെയ്തത് ആ വിങ്ങും ഷാഡോയുമാണ് എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവർ അടുത്തതായിട്ട് പോകുന്നത് ആ ലൂവിന്റെ അടുത്തേക്കാണ്. ലൂ ഇപ്പോഴും ഏത് മൃഗങ്ങളാണ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ്. അവൾ എപ്പോഴും ആ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ക്യാരക് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ ഇവൾ എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത് എന്നവൻ ഹോളിയുടെ അടുത്താണ് ചോദിക്കുന്നത്. അതേക്കുന്ന ഹോളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീയും മൈൻഡ് ചെയ്യണ്ട. അവൾ നിന്നെ മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം അവൾ അച്ഛനാണ്. നിന്നോട് സംസാരിക്കരുതെന്ന് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവളുടെ അമ്മയെ കൊന്നത് ഒരു പ്യൂമയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയം ക്യാരക് ആണെങ്കിൽ ഇപ്പൊ ആ ചെന്നായ്ക്കളുടെ അടുത്താണ് നിൽക്കുന്നത്. അവനെ കണ്ടതും ആ ജെഫ്രിയും ടീമും മുരളാൻ തുടങ്ങി. എന്നാൽ ക്യാരക് ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പൊ അവൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. കാരണം ഇവനൊരു പ്രിഡേറ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും ഇവനെ പേടിയാണ്. ആരും അവൻ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അങ്ങനെ അവൻ നടന്ന് ഹോളി ഇരിക്കുന്ന ടേബിളിലെത്തി. അവൻ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? ഞങ്ങൾക്ക് നിന്നെ പേടിയൊന്നുമില്ല, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് അവനിപ്പോ ആ ടേബിളിലേക്ക് ഇരിക്കുകയാണ്. അവരുടെ കൂട്ടത്തില് ആ ബ്രാൻഡനും ഉണ്ട്. അങ്ങനെ ബ്രാൻഡനും ഹോളിയും ക്യാരകും ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവർ പാത്രങ്ങളൊക്കെ അവിടെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു. ഈ സമയം ആ ജെഫ്രിയും ഗ്യാങ്ങും ആ പാത്രങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ മൊയൽക്കുട്ടൻ അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ ജെഫ്രിയും ഗ്യാങ്ങും അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ വല്ലാതെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ ക്യാരക് അതിന്റെ ഇടയിലേക്ക് ചെന്നു. അവനങ്ങോട്ട് വന്നത് ജെഫ്രിക്കും ഗ്യാങ്ങിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ 4 പേരും ഇപ്പൊ അവന് ചുറ്റും കൂടിയിരിക്കുകയാണ്. അതിനുശേഷം അവർ പരസ്പരം ഇങ്ങനെ മുരളാൻ തുടങ്ങി. അതിനിടയിലാണ് അവരുടെ സാറായ ജോൺ അങ്ങോട്ട് വരുന്നത്. ജോൺ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ ജെഫ്രിയും ഗ്യാങ് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം ജോൺ അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ട്രെയിനിങ് സെക്ഷനിലല്ലാതെ നിങ്ങൾ ആരും ഫൈറ്റ് ചെയ്യരുത്. ഞാനാണ് ഇവിടുത്തെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി, അല്ലാതെ നീ ഒന്നിലും കയറി ഇടപെടണ്ട എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സമയം രാത്രി. ക്യാരക് ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തില് അവൻ അവന്റെ ഫാമിലിയാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ അവന്റെ അച്ഛൻ അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ അവനിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണോ അതോ നീ മനുഷ്യരുടെ കൂടെ നിൽക്കണോ എന്ന് നീ സ്വയം തീരുമാനിക്കുന്ന പറഞ്ഞ കാര്യം. ആ കാര്യമാണ് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അതോടുകൂടെ അവൻ ഞെട്ടി എഴുന്നേറ്റു. എന്നാൽ ഈ സമയം തന്നെ അപ്പുറത്ത് കിടക്കുന്ന ബ്രാൻഡനും ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു. മാത്രമല്ല അവനിപ്പോ രൂപം മാറി ആ കാട്ടുപോത്തായിട്ടുണ്ട്. അത് കാണുമ്പോൾ നിനക്കെന്താ വയ്യേ എന്നാണ് ക്യാരക് ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാണ് ബ്രോ, എനിക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല, ആ ഉറങ്ങാനുള്ള മൂഡ് അങ്ങോട്ട് പോയി എന്നാണ് ബ്രാൻഡൻ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിള്ളേരെല്ലാവരും കൂടെ ട്രെയിനിങ്ങിന് വേണ്ടി ആ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുകയാണ്. ഇന്ന് ഫൈറ്റ് ആണ് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു പെൺകുട്ടി ഇപ്പോ ഒരു കരടിയായിട്ട് മാറി. ഇപ്പൊ അവിടെ നിൽക്കുന്ന സാറ് ബ്രാൻഡനെ വിളിച്ചിട്ട് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയാണ്. അതിനെ തുടർന്ന് അവൻ കാട്ടുപോത്താവുകയും ചെയ്തു. എന്നാൽ ബ്രാൻഡൻ ആണെങ്കിൽ ആ കരടിയുമായിട്ട് ഫൈറ്റ് ചെയ്യാതെ പേടിച്ച് അവിടെ ഓടിപ്പോവാണ് ചെയ്യുന്നത്. അത് കാണുന്ന ബാക്കിയുള്ളവരൊക്കെ അവനെ കളിയാക്കാനും തുടങ്ങി. അങ്ങനെ ബ്രാൻഡൻ അവിടെ നിന്ന് ഓടിപ്പോയത് കാണുമ്പോൾ സാർ അടുത്തതായിട്ട് പറയുന്നത് ക്യാരകിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയം ക്യാരക് പ്യൂമയാവാൻ ശ്രമിക്കുമ്പോൾ ഇന്നും അവന് പറ്റുന്നില്ല. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ ആൻഡ്രി അവിടെ നിൽക്കുന്നുണ്ട്. അവന് പ്യൂമയായിട്ട് മാറാൻ പറ്റാത്തതുകൊണ്ട് ആൻഡ്രി ഇപ്പൊ അവനെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം അയാൾ ഒരു പൗച്ച് എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. നീ ഇതൊന്ന് മണപ്പിച്ചു നോക്ക്, അപ്പം നിനക്ക് പ്യൂമയാവാൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവനത് മണപ്പിച്ചു നോക്കിയപ്പോൾ അവന് വല്ലാത്തൊരു എനർജി കിട്ടി. മാത്രമല്ല പെട്ടെന്ന് തന്നെ അവൻ പ്യൂമയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ക്യാരകും ആ കരടിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പ്യൂമയായി കഴിഞ്ഞപ്പോൾ അവൻ വളരെ അഗ്രസീവായി. അതുകൊണ്ട് തന്നെ അവൻ ആ കരടിയുടെ മോന്തക്കിട്ടൊരു മാന്തു കൊടുത്തു. എന്നാൽ ഈ ഒരു കാര്യം അവിടെ പെർമിറ്റഡ് അല്ല. മാത്രമല്ല അവൻ ഇനി അഗ്രസീവായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തൽക്കാലം അവർ ആ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂളിലെത്തി. ഈ സമയം ക്യാരകിനെ കാണാൻ വേണ്ടി ആ ആൻഡ്രി അങ്ങോട്ട് വന്നു. അയാളിപ്പം ആ പൗച്ച് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവനോട് ബൈ പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് ആ ജെഫ്രിയും കൂട്ടിനും അങ്ങോട്ട് വരുന്നത്. ജെഫ്രി ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് ക്യാരകിനെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുമായിട്ടൊരു ഫൈറ്റിന് പോവാം. നീ ജയിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, മറിച്ച് ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കാണ് മോനെ എന്ന് പറഞ്ഞിട്ട് ജെഫ്രിയും ടീം അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ക്യാരകും അവന്റെ ഗ്യാങ്ങും അവിടെ ഒരു ട്രീ ഹൗസിലിരിക്കുകയാണ്. ഇപ്പൊ ഹോളിയും ബ്രാൻഡനും അവന്റെ കൂടെ തന്നെയുണ്ട്. ജെഫ്രിയും ടീമും ഇന്ന് രാത്രി അവനെ ഫൈറ്റിന് ക്ഷണിച്ച കാര്യമൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണത് സമ്മതിക്കാൻ പോയത് എന്നാണ് ബ്രാൻഡൻ ചോദിക്കുന്നത്. അതേക്കുന്ന ക്യാരക് പറയുന്നത് പിന്നെ സമ്മതിക്കാതെ ഇന്നത്തോടെ അവന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് വരരുത്. പ്യൂമയായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഹോളി അതിന് സമ്മതിക്കുന്നില്ല. വരാതിരിക്കെ ഇന്നൊരു കിടലം ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. നീ അവന്മാർക്കിട്ട് പണി കൊടുക്കുന്നത് ഞങ്ങൾക്കും കാണണം എന്നാണ് ഹോളി പറയുന്നത്. അങ്ങനെ സമയം രാത്രി. ആരും കാണാതെ ക്യാരകും ടീമും നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയം നമ്മുടെ ചെന്നായ്ക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്യാരകും ചെന്നായ്ക്കളും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഹോളിയും ബ്രാൻഡനും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ക്യാരക് എത്ര ശ്രമിച്ചിട്ടും ആ ചെന്നായ്ക്കളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല.
അവന്മാര് 4 പേരുണ്ടല്ലോ, അവന്മാര് 4 പേരും കൂടെ ക്യാരകിനെ കടിച്ചു കുടയാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ ഹോളിക്ക് ശരിക്കും ടെൻഷനായി. അവളിപ്പോ ബ്രാൻഡന്റെ അടുത്ത് പറയുന്നത്, നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നീ പോയി അവനെ ഒന്ന് സഹായിച്ചെന്ന് പറഞ്ഞിട്ട് അവള് ബ്രാൻഡൻ അങ്ങോട്ട് തള്ളിവിടുകയാണ്. അവൾ അവനെ പിടിച്ച് തള്ളിയപ്പോ അവൻ പെട്ടെന്ന് ആ കാട്ടുപോത്തായി. അങ്ങനെ അവൻ അങ്ങോട്ട് ഓടി വരുന്ന കാണുമ്പോൾ ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലെ 3 പേര് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ഒരു അവസരത്തിൽ ക്യാരക് നേരെ ഓടി ചെന്നിട്ട് ജെഫ്രിയുടെ മോന്തക്കിട്ടൊരു കടി കൊടുത്തു. അതോടുകൂടെ ജെഫ്രി അവന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ക്യാരക് സ്കൂളിൽ നിൽക്കുമ്പോഴാണ് ആ ആൻഡ്രൂ അങ്ങോട്ട് വരുന്നത്. നമുക്കൊരു റൈഡിന് പോയാലോ എന്നാണ് അയാൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. ക്യാരകാണ് ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആൻഡ്രൂ ഇപ്പം ക്യാരകിനെയും കൂട്ടി അയാളുടെ കാറിൽ അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് അയാൾ ചില കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. നീ ഇന്നലെ രാത്രി ആ ജെഫ്രിയും ടീമുമായിട്ട് ഫൈറ്റ് ചെയ്തല്ലേ, നീ ജയിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ നീ ഒറ്റയ്ക്കല്ലല്ലോ ഫൈറ്റ് ചെയ്ത് ജയിച്ചത്, ഒരാളുടെ സഹായം കൊണ്ടല്ലേ. പ്യൂമകൾ ഒരിക്കലും അങ്ങനെയല്ല. പ്യൂമകൾ എപ്പോഴും ഒറ്റയ്ക്കാണ് പോരാടി ജയിക്കാറുള്ളത്. നിനക്ക് ട്രെയിനിങ് കിട്ടാത്തതിന് കുഴപ്പമാണ്, നീ അതുകൊണ്ട് ടെൻഷനൊന്നും എടുക്കണ്ട. നിനക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ ഞാൻ തരാം. മാത്രമല്ല പ്യൂമകൾ ഒരിക്കലും പച്ചക്കറി കഴിക്കത്തില്ല, പ്യൂമകൾ എപ്പോഴും മാംസമാണ് കഴിക്കുന്നത്. നിന്നെയാണ് എങ്ങനെയാണ് വേട്ടയാടേണ്ടതെന്നും കൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചവനെ സ്കൂളിൽ കൊണ്ടാക്കുകയാണ്. അങ്ങനെ അവനെ അവിടെ ആക്കിയതിനു ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് ഹോളിയും ബ്രാൻഡനും കൊണ്ട് വരുന്നത്. എന്തിനാണ് അയാൾ നിന്നെ വിളിച്ചോണ്ട് പോയത് എന്ന് ചോദിക്കാനാണ് അവരോട് വന്നത്. അത് കേൾക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ ഞങ്ങൾ ഒരു റൈഡിന് പോയതാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. അത് ലൂ ആയിരുന്നു. അവളിപ്പോ കാട്ടിനകത്തേക്ക് പോവാണ്. അത് കാണുമ്പോൾ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ പുറകെ പോവാണ്. എന്നാൽ അവൻ അവളെ ഫോളോ ചെയ്യുന്നത് അവള് കണ്ടിട്ടില്ല. അങ്ങനെ അവള് കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവളൊരു ശബ്ദം കേൾക്കുന്നത്. അവിടെ താഴെ ഒരു കുഴിയിലായിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഈ ടീമിനെ പറയുന്നത് വുഡ് വാക്കേഴ്സ് കൗൺസിൽ എന്നാണ്. അവരിപ്പോ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റിയിൽ നടക്കുന്ന ആനിമൽസിന്റെ അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. ആ അറ്റാക്ക് നടത്തുന്ന ആനിമൽസ് എല്ലാം വുഡ് വാക്കേഴ്സ് ആണ് എന്ന കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. അവരിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇതൊക്കെ തടയണം. ഈ ആനിമൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മനുഷ്യരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർ അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അത് നമ്മളെല്ലാവരെയും ബാധിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാനാണ്, അവർക്ക് ഒരു കുഴപ്പവും പറ്റാതെ. അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. എങ്ങനെയെങ്കിലും ആരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാരക് അങ്ങോട്ട് വരുന്നത്. അവളിപ്പം അവനും ആ മീറ്റിംഗ് കാണിച്ചു കൊടുക്കുകയാണ്. അതിനിടയിലാണ് ആ ലിസ അങ്ങോട്ട് പറന്നു വരുന്നത്. അവളും ഈ ടീമിൽ പെട്ടതാണ്. ഇപ്പൊ ലിസയെ കൂടെ കാണുമ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ലൂ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരിപ്പം കാട്ടിലൂടെ സ്കൂളിലേക്ക് നടക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ ക്യാരക് അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സംസാരത്തിൽ അവര് തമ്മിൽ ഇപ്പൊ ശരിക്കും കൂട്ടായി. അവക്കിപ്പം അവനോട് ദേഷ്യമൊന്നുമില്ല. അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നതും ആ വുഡ് വാക്കേഴ്സ് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ ഹോട്ടലിൽ കിടന്നപ്പോണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ചെന്നായ്ക്കള് ആ മൈനിങ് സൈറ്റിലേക്ക് പോയത്, ആ കാര്യത്തിനെ കുറിച്ച് അവളുടെ അടുത്ത് പറഞ്ഞു. അതേക്കുന്ന അവള് ചോദിക്കുന്നത് ഇനിയിപ്പോ അത് ജെഫ്രിയും ടീമും ആയിരിക്കും എന്നാണ്. അതേക്കുമ്പോൾ അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, അന്ന് നല്ല ഇരുട്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ആൻഡ്രൂ ഇപ്പം ക്യാരകിനും കൂട്ടി നേരെ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അവനെ വേട്ടയാടൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരതിലെങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ അയാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു പൗച്ച് തന്നിട്ടില്ലായിരുന്നു, അതൊരു കിടിലൻ സാധനമായിരുന്നു കേട്ടോ, എന്താണ് അതിനകത്തുള്ളത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് പ്യൂമയുടെ മൂത്രമാണ്, അതുകൊണ്ടാണ് അത് മണപ്പിക്കുമ്പോൾ നിനക്കൊരു എനർജി വരുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാളിപ്പം അവനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിനുവേണ്ടി അയാൾ ഒറ്റച്ചാട്ടത്തിന് പ്യൂമയായിട്ട് മാറി. അതിനുശേഷം അയാൾ ഓടാൻ തുടങ്ങി. അത് കണ്ടതും ക്യാരകും പ്യൂമയായിട്ട് അയാളുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ അയാൾ അവനെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് ചെന്നു. ഈ സമയം അവർ നോക്കുമ്പോൾ അതിലൊരു മാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ആ മാനിനെ പിടിക്കേണ്ടത് എന്നാണ് അയാൾ ഇപ്പോൾ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവനാണെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ ആ മാനിന്റെ പുറകെ പോവാണ്. അതിനുശേഷം അതിനെ വേട്ടയാടുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വേട്ടയാടുന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ വേട്ടയാടലിന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെയും നടക്കാൻ തുടങ്ങി. നടക്കുന്ന സമയത്ത് അവൻ അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് അവന്റെ അഡോപ്റ്റീവ് ഫാമിലിയെ കുറിച്ച്. അവനിപ്പോൾ അവരെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഫാമിലി ഒന്നും ഇല്ലേ എന്നാണ് അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ എനിക്കൊരു മകളുണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയി, അവൾക്ക് നിന്റെ അതേ പ്രായമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ നേരെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ക്യാരകും ടീമും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ആ ലൂ ഇരിക്കുന്നുണ്ട്. ഈ സമയം അവൻ ആ മാനിനെ വേട്ടയാടിയ കാര്യമൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അത് കേൾക്കുമ്പോൾ ലൂവിനൊരു ഞെട്ടലായിരുന്നു. അപ്പൊ നീ ഇപ്പോഴും നിന്റെ പ്രിഡേറ്റർ സ്വഭാവം മറന്നിട്ടില്ലല്ലേ, നീ മൃഗങ്ങളൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നിട്ട് പോവാണ്. എന്നാൽ അവനും വിടുന്നില്ല, അവനും അവളുടെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. അവൻ അവളുടെ പുറകെയുണ്ട്, പക്ഷെ അവൻ അവളെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അവൾ ആ എൽക്കിന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലാണ് നിൽക്കുന്നത്. അങ്ങനെ സമയം രാത്രി. ക്യാരകും ബ്രാൻഡനും ഇപ്പൊ അവരുടെ റൂമിലിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ക്യാരക് നോക്കുമ്പോൾ അത് ജെഫ്രിയും ടീമുമായിരുന്നു. അവരിപ്പോ എങ്ങോട്ട് ഓടിപ്പോന്നാണ് അവൻ കാണുന്നത്. അത് കണ്ടതും അവൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ജനല് തുറന്നു. അത് കാണുമ്പോൾ നീ ഇതെവിടെ പോവാണ് എന്നാണ് ബ്രാൻഡൻ ചോദിക്കുന്നത്.
ആ ജെഫ്രിയും ടീമും സിറ്റിയിലേക്കാണ് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അവരുടെ പുറകെ പോട്ടെ. അവന്മാരെന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് ലൂവിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവളുടെ പിണക്കം മാറും. അതുകൊണ്ട് ഞാൻ അവന്മാരുടെ പുറകെ പോവാന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പ്യൂമയായിട്ട് ആ കാട്ടിലേക്ക് ഓടുകയാണ്. അവൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. ജെഫ്രിയും ടീമും ഇപ്പൊ നേരെ സിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ആ മൈനിങ് നടത്തുന്ന ബിൽഡിംഗിലേക്ക്. ആ ചെന്നായ്ക്കളിൽ ഒരുത്തൻ അവിടുത്തെ സെക്യൂരിറ്റിയെ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഒക്കെ നശിപ്പിക്കാനാണ് പോയിരിക്കുന്നത്. ഈ സമയം ആ സെക്യൂരിറ്റി ആണെങ്കിൽ പേടിച്ചോടുകയും ചെയ്തു. അതിനിടയിലാണ് ക്യാരഗ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ക്യാരഗ് വന്ന ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ നിങ്ങളാണല്ലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്, മര്യാദയ്ക്ക് ഇത് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെയാണ് ക്യാരഗ് ആ ചെന്നായ്ക്കളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ചെന്നായ്ക്കളും വിട്ടുകൊടുക്കുന്നില്ല. അവറ്റകൾ ഇപ്പം അവനുമായിട്ടൊരു ഫൈറ്റിങ്ങിന് ഒരുങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആൻഡ്രൂ അങ്ങോട്ട് വരുന്നത്. ആൻഡ്രൂനെ കാണുമ്പോൾ ക്യാരഗിന് ശരിക്കും അത്ഭുതമായി. നിങ്ങൾ എന്താണ് ഇവിടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതൊക്കെ ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറും എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അയാൾ അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ അയാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അയാൾ ഇപ്പൊ ക്യാരഗിനെ മാത്രം വിളിച്ചിട്ട് അയാളുടെ വീട്ടിനകത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ക്യാരഗിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഈ ആൻഡ്രൂ പറഞ്ഞിട്ടാണ് ജെഫ്രിയും ടീമും മനുഷ്യരുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. അവനത് ചോദിക്കുമ്പോൾ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനൊരു എക്സ്പ്ലനേഷനും അയാൾ കൊടുക്കുന്നുണ്ട്. നീ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ, അതിന്റെ ഭാര്യയും മകളുമാണ്. അവർ രണ്ടുപേരും ഇപ്പൊ മരിച്ചു. എന്നാൽ വെറുതെ അങ്ങോട്ട് മരിച്ചതല്ല, ഒരു മനുഷ്യൻ അവരെ വേട്ടയാടി കൊന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനുഷ്യരോട് ഒരു ദയവും ഇല്ല. ഈ ലോകം ഭരിക്കുന്നത് അവരാണ് എന്നാണ് അവരുടെ വിചാരം. അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ജീവിക്കാൻ മൃഗങ്ങൾക്കും അവകാശമുണ്ട്. നിനക്കറിയോ നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേര് ഈ മനുഷ്യരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടെന്ന്? അവരെത്ര കാലമായി മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മൃഗങ്ങളെ ഉപദ്രവിക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇത്ര വർഷമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ? ഈ മനുഷ്യർ കാരണം എത്ര മൃഗങ്ങൾക്കാണ് വംശനാശം സംഭവിച്ചത്? ഇനി അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിന് നേരിട്ട് ഇറങ്ങിയേ പറ്റൂ. പക്ഷെ മനുഷ്യരെ കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മൃഗങ്ങളെ ബാധിക്കുന്ന മനുഷ്യന്റെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കണം. അവന്റെ ഫാക്ടറീസ്, അവന്റെ മെഷീൻസ്, അങ്ങനെയുള്ളതൊക്കെ നശിപ്പിക്കണം. അതാണ് എന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഈ കാര്യത്തിന് വേണ്ടി നിനക്കും കൂടെ എന്റെ കൂടെ നിന്നൂടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. അയാൾ പറയുന്നതിൽ കാര്യമുണ്ട്. മാത്രമല്ല മനുഷ്യരെ കൊല്ലാനായിട്ട് താല്പര്യമില്ല. അവൻ അത് മതി. ഈ സമയം അവൻ അയാളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തായാലും ഒന്ന് പോയി ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്റെ തീരുമാനം പറയാം എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ക്യാരഗും കൂട്ടരും ഇപ്പൊ ആ ട്രീ ഹൗസിന്റെ അകത്തിരിക്കുകയാണ്. ഈ സമയം ബ്രാൻഡ് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ രാത്രി പോയ കാര്യം എന്തായിരുന്നു, അതായത് ആ ചെന്നായ്ക്കളെ കണ്ടോന്ന്. എന്നാൽ അവന് ഇവിടെ കളവാണ് പറയുന്നത്. ഞാൻ ആ ചെന്നായ്ക്കളെ കണ്ടു, അവറ്റകൾ എന്തോ വേട്ടയാടാൻ അങ്ങോട്ട് പോയതാണ് എന്നാണ് അവൻ ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ബ്രാൻഡിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ പോത്തായിട്ടുണ്ട്. എന്നാൽ അവര് പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ വേഗം തന്നെ അവിടുന്ന് ഓടിപ്പോവാണ്. എന്നാൽ ഈ സമയത്താണ് അതിലൊരു കാർ പാസ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അതിന്റെ അടുത്തേക്ക് ഓടിപ്പോയതിനു ശേഷം പിന്നീട് അവൻ ചെന്നിട്ട് ആ കാറിന് ഇടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ ആ കാർ ഇപ്പൊ നേരെ അവരുടെ സ്കൂളിലേക്ക് എത്തി. ക്യാരഗ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് അവന്റെ ഫാമിലി ആയിരുന്നു. അവരുടെ കാറാണ് ബ്രാൻഡിനെ പിടിച്ചു താർത്തിരിക്കുന്നത്. അവന്റെ അമ്മയും അച്ഛനൊക്കെ അവനൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവൻ അവന്റെ റൂമും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവർക്കിപ്പോ പോവാൻ സമയമായി. പോവാൻ നേരത്ത് അവന്റെ അമ്മ അവന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ ഈ വീക്കെൻഡിൽ ഒരു ഹൈക്കിങ്ങിന് പോകുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതിനെന്താ, തീർച്ചയായിട്ടും ഞാൻ വരാം എന്നാണ് ക്യാരഗ് ഇതിന് മറുപടി പറയുന്നത്. ഈ സമയം അവന്റെ അനിയെത്തി അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കളിപ്പാട്ടമായിരുന്നു. ഞങ്ങളെ ഓർമ്മ വരാൻ നീ ഇതൊന്ന് മണപ്പിച്ചു നോക്കിയാൽ മതി എന്നാണ് അവള് പറയുന്നത്. ക്യാരഗ് ആണെങ്കിൽ സന്തോഷത്തോടെ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. അവർ പോയി കഴിയുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അത് ആൻഡ്രൂ ആയിരുന്നു. അവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്ന കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അയാൾ വിളിച്ചത്. അയാൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പോയി എന്ന് ക്യാരഗ് മറുപടി പറഞ്ഞു. ഈ സമയത്താണ് അയാൾ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി, നീ അതിനെക്കുറിച്ച് ആലോചിച്ചോ എന്നാണ് അയാളുടെ ചോദ്യം. അതേക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കതിൽ താല്പര്യമില്ല ആൻഡ്രൂ. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാനില്ല എന്നാണ് അവനിതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുന്ന ആൻഡ്രൂവിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നോക്ക് ക്യാരഗ്, നീ ഉടനെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചോ. ഒന്നുകിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് മനുഷ്യരുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവൻ പണ്ട് അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ഇത് തന്നെയാണല്ലോ അന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, എന്തായിരിക്കും ആൻഡ്രൂ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് അവൻ ഇങ്ങനെ സ്വയം പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി അവനിപ്പോ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറെ നേരം അവൻ അവിടെ ഓടിക്കളിച്ചതിന് ശേഷം അവനിപ്പോ ഒരു മരത്തിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഷാഡോ എന്നു പേരുള്ള കാക്ക അങ്ങോട്ട് വരുന്നത്. അവനെ കാണാനില്ലാത്തതുകൊണ്ട് അവനെ അന്വേഷിച്ച് വന്നാണ് അവള്. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത്. ആ കാര്യം ഷാഡോ കണ്ടു. വേട്ടക്കാരൻ അങ്ങോട്ട് വന്നോന്ന് അറിയുമ്പോൾ അവർ രണ്ടുപേരും ആ മരത്തിൽ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ വേട്ടക്കാരന്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അയാൾ ഇപ്പൊ അവരെ ട്രാക്ക് ചെയ്യുന്നത്. മാത്രമല്ല അയാളുടെ കൂട്ടത്തിൽ കുറെ പട്ടികളും ഉണ്ട്. ഇപ്പൊ പട്ടികളൊക്കെ ക്യാരഗിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവനാണെങ്കിൽ ആ പട്ടികളിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് വേഗം ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറാണ്. ആ കാക്കയെ അവിടെ ഇരിക്കുന്നുണ്ട്. മരത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് പട്ടികൾ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ ആ ഡ്രോൺ അവരുടെ അടുത്തേക്ക് വന്നു. അത് കണ്ടതും ഷാഡോ വേഗം ആ ഡ്രോണിന്റെ മുകളിലേക്ക് പറന്നു പോവാണ്. അതിനുശേഷം അതിനെങ്ങനെ കൊത്തി നശിപ്പിച്ചു കളഞ്ഞു.
എന്നാൽ ഈ സമയത്താണ് അവിടെ വെടിശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും ക്യാരക് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവനെ ഫോളോ ചെയ്തിട്ട് ആ പട്ടികളും വരുന്നുണ്ട്. എന്നാൽ കുറെ ഓടിക്കഴിഞ്ഞപ്പം അവൻ വല്ലാതെ തളർന്നു. തീരെ വയ്യാണ്ട് അവൻ താഴെ കിടക്കുകയാണ്. അവനിപ്പോ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഈ സമയത്താണ് ഷാഡോ അങ്ങോട്ട് പറന്നു വന്നിട്ട് അവന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ അവന്റെ അടുത്ത് ഇട്ടുകൊടുക്കുന്നത്. നീ പെട്ടെന്ന് മനുഷ്യനായിട്ട് മാറ് എന്നാണ് ഷാഡോ പറയുന്നത്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ അനിയത്തി കൊടുത്ത ആ കളിപ്പാട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അതെടുത്ത് മണപ്പിച്ചു നോക്കുകയാണ്. അതോടുകൂടെ അവന്റെ ശരീരത്തിലേക്ക് ഒരു എനർജി വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ മനുഷ്യരൂപം സ്വീകരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും പട്ടികൾ അവന്റെ അടുത്തെത്തി. അവൻ മനുഷ്യനായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ പട്ടികളാണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെയും അവൻ അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ അവന് തീരെ വയ്യ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ ബോധം കെട്ട് താഴേക്ക് വീണു. ഈ സമയത്താണ് ആൻഡ്രൂ അങ്ങോട്ട് വരുന്നത്. അയാൾ ഉടനെ തന്നെ അവനെ എടുത്തുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവന്റെ തൊട്ടടുത്തായിട്ട് ആ ആൻഡ്രൂ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സംഭവം കൂടെ ആയപ്പോൾ മനുഷ്യനെതിരെയുള്ള ആൻഡ്രൂവിന്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് ഇപ്പൊ ഈസി ആയിട്ട് അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ അയാളുടെ ടീമിനെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. മനുഷ്യർക്കെതിരെ എന്താണ് അവർ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് അയാൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു വലിയ മലയുടെ താഴ്വാരത്തായിട്ട് മനുഷ്യന്റെ കുറച്ച് മെഷീൻസ് ഉണ്ട്. ആ മലയുടെ മുകളിലായിട്ട് കുറെ മരക്കഷ്ണങ്ങളും ആ മരക്കഷ്ണങ്ങളൊക്കെ താഴേക്ക് ഇട്ടിട്ട് ആ മെഷീൻസ് മൊത്തം നശിപ്പിച്ച് കളയാം. അതാണ് അവരുടെ പ്ലാൻ. അതിനെക്കുറിച്ചാണ് ആൻഡ്രൂ ഇപ്പൊ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ക്യാരക് ചോദിക്കുന്നത്, അപ്പൊ മനുഷ്യർ പുതിയ മെഷീൻസുമായിട്ട് വരത്തില്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് അവന്റെ ചോദ്യം. അതിന് മറുപടി പറയുന്നത് ആ ജിഫ്രിയാണ്. അവര് പുതിയ മെഷീൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ നശിപ്പിക്കും എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവന്റെ ആ സംസാരം ക്യാരകിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ജെഫ്രിയെ നോക്കി ദേഷ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവര് രണ്ടുപേരും പിന്നെ ഒരു ഫൈറ്റിന്റെ വക്കിലെത്തി. എന്നാൽ ഈ സമയം ആൻഡ്രൂ ആണെങ്കിൽ അവർ പിടിച്ച് മാറ്റുകയും ചെയ്തു. അങ്ങനെ ആൻഡ്രൂ ക്യാരകിനെ വിളിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്തിനാണ് ഏത് സമയം ആ ജെഫ്രിയായിട്ട് വഴക്കുണ്ടാക്കുന്നത്? അവന് നീ ഒരു ഫ്രണ്ടായിട്ട് കാണും. നിന്റെ കൂടെ ഇപ്പോഴുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ വെജിറ്റബിൾ കഴിക്കുന്നത്, അവരെല്ലാം നിനക്ക് പറ്റിയവര്. നിനക്ക് പറ്റിയത് ഈ ജെഫ്രിയെ പോലുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയാം. എന്റെ അന്വേഷണത്തില് നിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മേനെയും കുറിച്ചിട്ട് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അവര് ജീവനോട് ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ അവരെ തേടി പിടിച്ച് കണ്ടെത്തി തരും എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ആ കാര്യം പറയുമ്പോൾ അവനൊന്ന് അടങ്ങി. അതിനെ തുടർന്ന് അയാളിപ്പോ ജെഫ്രി അങ്ങോട്ട് വിളിച്ചിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുകയാണ്. അതിനിടയിലാണ് അവനൊരു ഫോൺ വരുന്നത്. അത് അവന്റെ അമ്മയായിരുന്നു. ഇന്നാണ് അവര് ഹൈക്കിങ്ങിന് പോണെന്ന് പറഞ്ഞത്. നീ എന്താ വരുന്നില്ല എന്ന് ചോദിക്കാനാണ് അവർ വിളിച്ചത്. അത് കേൾക്കുമ്പോൾ അവൻ പറയുന്നത്, ഇല്ല അമ്മേ, ഞാനിന്ന് ബിസിയാണ്, നമുക്ക് അടുത്ത ആഴ്ച പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്താണ് ആ ഗേറ്റിന്റെ അപ്പുറത്തായിട്ട് അവൻ ഹോളിയെയും ബ്രാൻഡനെയും കാണുന്നത്. അവരെ കണ്ടതും അവൻ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. ഈ സമയം അവർ ചോദിക്കുന്നത്, ഇവിടെ എന്താണ് പരിപാടി? ആ ആൻഡ്രൂ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതേക്കുന്ന ക്യാരക് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാതെ, അവർ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ പോവാൻ നോക്ക് എന്നാണ് അവൻ്റെ ഇതിന് മറുപടി പറയുന്നത്. അതേക്കുമ്പോ, ഓ ഇപ്പൊ നിനക്ക് ആൻഡ്രൂവും കൂട്ടരാണല്ലോ വലുത്, ഞങ്ങളെ നിനക്ക് ഒരു വിലയില്ലല്ലേ, എന്നാ പിന്നെ ഇനി മേലെ ഞങ്ങളോട് മിണ്ടാൻ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വേഗം തന്നെ അവിടുന്ന് പോവാണ്. അങ്ങനെ ആൻഡ്രൂവും ടീമും നേരെ ആ മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. അവിടേക്ക് ചെന്ന് ഇറങ്ങിയതിനു ശേഷം അയാളിപ്പം അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടി പല ഭാഗത്തേക്ക് തിരിഞ്ഞു. ആൻഡ്രൂ ഇപ്പം വേറൊരു സ്ഥലത്തേക്ക് പോയി. ചെന്നായ്ക്കളാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി. ഈ സമയം ക്യാരകാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ മലയുടെ താഴ്വാരത്താണ് അവന്റെ അച്ഛനും അമ്മയും ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആ മരം എങ്ങാനും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ദേഹത്തേക്കായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. ആ കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഫോൺ എടുത്തിട്ട് ആൻഡ്രൂവിനെ വിളിക്കുകയാണ്. ആൻഡ്രൂവിന്റെ അടുത്ത് അവൻ കാര്യം പറയും ചെയ്തു. ഈ സമയം ആൻഡ്രൂ പറയുന്നത്, അതോർത്ത് നീ പേടിക്കണ്ട, നിന്റെ അച്ഛനമ്മയും കുറെ അപ്പുറത്തല്ലേ, അവിടേക്കൊന്നും ആ മരങ്ങൾ എത്താൻ പോകുന്നില്ല, അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആൻഡ്രൂ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും ആ മരങ്ങൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് അവന്റെ ഫാമിലിക്ക് അപകടമാണ് എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവനിപ്പോ നേരെ ആൻഡ്രൂയുടെ അസിസ്റ്റന്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അയാളിപ്പം അവിടെ ഒരു ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ആ ട്രക്കിൽ നിന്നും ഒരു റോപ്പ് ഇപ്പം ആ മരത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ട്രക്ക് പുറകിലേക്ക് എടുക്കുമ്പോൾ ആ മരത്തിന്റെ ബ്ലോക്ക് മാറിയിട്ട് ആ മരങ്ങളൊക്കെ കൂടെ താഴേക്ക് വീഴും. അതാണ് അവരിപ്പോ ചെയ്യാൻ പോകുന്നത്. ഈ സമയം ക്യാരക് അയാളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ പണി ചെയ്യല്ലേ, എന്റെ ഫാമിലി താഴെയുണ്ട്, അത് അവർക്ക് അപകടമാണ്, അതുകൊണ്ട് ഇപ്പൊ ഇത് നിർത്തിവെക്കണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അയാൾ അത് കേൾക്കുന്നില്ല. അയാൾ വേഗം വണ്ടിക്കകത്ത് കയറി. അതിനുശേഷം അയാൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അത് റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അത് റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ മരത്തിന്റെ ബ്ലോക്ക് മാറും. അവൻ എത്ര പറഞ്ഞിട്ടും അയാൾ അതിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രാൻഡനും ടീമും അങ്ങോട്ട് വരുന്നത്. അവനിപ്പോ ആ കാട്ടുപോത്താണ്. അവൻ വന്ന ഉടനെ തന്നെ ആ വണ്ടി ഇങ്ങനെ തടഞ്ഞു നിർത്താൻ തുടങ്ങി. ആ കാക്കകളാണ് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവനിങ്ങനെ വണ്ടി ഇങ്ങനെ തള്ളിപ്പിടിക്കുന്നതുകൊണ്ട് അയാൾക്ക് പുറകിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും അയാൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഹോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ അണ്ണാന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് അവൾ ആ കാറിന്റെ അകത്തേക്ക് ചെന്നു. എന്നിട്ട് അയാളെ പേടിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തില് ക്യാരക് വേഗം ചെന്നിട്ട് ഒരു മരക്കഷ്ണം എടുത്ത് ആ ട്രക്കിന്റെ ബാക്കിലെ ടയറിലേക്ക് വെച്ചു കൊടുത്തു. ഈ സമയം ഹോളി ആണെങ്കിൽ അയാൾ എങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പാന്റിന്റെ അകത്തേക്ക് കയറി. അതോടുകൂടെ അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ക്യാരക് ആണെങ്കിൽ പെട്ടെന്ന് പ്യൂമയുടെ രൂപത്തിലേക്ക് മാറി. എന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് നടക്കുകയാണ്. അത് കണ്ടതും അയാളാണെങ്കിൽ പേടിച്ചോടുകയും ചെയ്തു.
അങ്ങനെ അയാൾ പോയ സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആൻഡ്രൂ അങ്ങോട്ട് വരുന്നത്. ആൻഡ്രൂവും ഇപ്പൊ പ്യൂമയുടെ രൂപത്തിലാണ്. ആൻഡ്രൂ അങ്ങോട്ട് വന്നതിന് ശേഷം ആ ടയറിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ആ മരം അങ്ങോട്ട് മാറ്റി. അത് കാണുന്ന ക്യാരകിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ ഉടനെ തന്നെ ചെന്നിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിൽ ആ കാറ് റിവേഴ്സ് വന്നിട്ട് ആ മരങ്ങളൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. ആ മരങ്ങളെല്ലാം കൂടെ കൂട്ടത്തോടെ താഴേക്ക് പോകുന്ന കാണുമ്പോൾ ക്യാരകാണെങ്കിൽ അവന്റെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി ആ മരങ്ങളുടെ കൂടെ താഴേക്ക് ഓടുകയാണ്. ഈ സമയത്താണ് താഴെ നിൽക്കുന്ന അവന്റെ ഫാമിലി ആ മരങ്ങൾ താഴേക്ക് വരുന്നത് കാണുന്നത്. അത് കണ്ടതും അവന്റെ അച്ഛനും അമ്മയും പിന്നെ ബ്രദറും അവിടുന്ന് മാറി നിന്നു. എന്നാൽ അനിയത്തി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ആ മരങ്ങളൊക്കെ കൂടെ ഇപ്പൊ അവളുടെ നേർക്കാണ് വരുന്നത്. എന്നാൽ അത് അവളുടെ ദേഹത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ക്യാരക് ഒറ്റ ചാട്ടത്തിന് അവളെയും പിടിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ മരങ്ങളൊക്കെ കൂടെ താഴേക്ക് വീണു. അതെല്ലാം താഴേക്ക് വീണ് കഴിയുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും വെളിയിലേക്ക് ഇറങ്ങി. അവര് നോക്കുമ്പോൾ അവരുടെ മകൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവർ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം അവളിങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഒരു പ്യൂമയാണ് രക്ഷിച്ചതെന്ന്. എന്നാൽ അവളുടെ അച്ഛൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതേ സമയം ക്യാരകിന്റെ ടീമിലുള്ളവർ വന്ന് നോക്കുമ്പോൾ ക്യാരക് അവിടെ ഇങ്ങനെ താഴെ കിടക്കുന്നതാണ് കാണുന്നത്. അവരടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസമായി. അങ്ങനെ അവൻ വീണ്ടും അവന്റെ മനുഷ്യന്റെ രൂപത്തിലേക്കായിട്ട് അവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോവാണ്. അവർക്ക് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അവന് ശരിക്കും ആശ്വാസമായി. ഈ സമയത്താണ് ആ ആൻഡ്രൂ അങ്ങോട്ട് വരുന്നത്. അയാൾ അങ്ങോട്ട് വന്നിട്ട് ഒരു നാടകം കളിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, ആ മരങ്ങളൊക്കെ കൂടെ ഇങ്ങോട്ട് വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ക്യാരകാണെങ്കിൽ ഇത് തിരുത്താൻ പോയില്ല. കാരണം അയാളെങ്ങാനും ഇവനെ ഒറ്റ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നേരത്തെ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചില്ലെങ്കിലോ, അതായത് അവന്റെ യഥാർത്ഥ അച്ഛനെ അമ്മേനെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ ആൻഡ്രൂ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ക്യാരകിന്റെ ഫാമിലിയെ ആ ഹെലികോപ്റ്റർ കയറ്റിയിട്ട് അവിടുന്ന് പറഞ്ഞുവിടാണ്. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ ക്യാരക് ഇപ്പം അയാളുടെ അടുത്ത് ശരിക്കും ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ എന്റെ അച്ഛനും അമ്മേനെയും കൊല്ലാൻ ശ്രമിക്കായിരുന്നല്ലേ, മനുഷ്യരെ കൊല്ലാനൊന്നും താല്പര്യമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു ചതിയനാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ ഒരു യഥാർത്ഥ വുഡ് വാക്കറാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ ഒരു യഥാർത്ഥ വുഡ് വാക്കർ അല്ല, നിനക്ക് മനുഷ്യരുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ യഥാർത്ഥ ഒരു വുഡ് വാക്കർ തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെയല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഏത് സൈഡാണെന്ന് എന്നോട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കൂടെ ജീവിക്കാനാണ് ഇഷ്ടം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ലിസയും ജോണും അങ്ങോട്ട് വരുന്നത്. അവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു വന്നാണ്. എന്താണ് ഇവിടെ നടന്നതെന്ന് ലിസ ചോദിക്കുമ്പോൾ ആൻഡ്രൂ പറയുന്നത്, എന്റെ അസിസ്റ്റന്റും ടീമുമാണ് മനുഷ്യരുടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ കുട്ടികളാണ് ഇവിടേക്ക് വന്നിട്ട് അതൊക്കെ തടഞ്ഞത് എന്നാണ് അയാൾ പറയുന്നത്. ഇതെല്ലാം ക്യാരകും കൂട്ടരും കേൾക്കുന്നുണ്ട്. അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മേനെ കണ്ടുപിടിച്ച് തരേണ്ട കാര്യം ഉള്ളതുകൊണ്ട് അവൻ ലിസയുടെ അടുത്ത് സത്യം പറയുന്നില്ല. അവൻ പറഞ്ഞതുകൊണ്ട് കുട്ടികളും മിണ്ടുന്നില്ല. എന്നാൽ ഈ ലിസയ്ക്ക് ആൻഡ്രൂവിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ശരിക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രൂ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെല്ലാവരും തിരിച്ച് സ്കൂളിലേക്ക് തന്നെ എത്തി. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സ്കൂളിന്റെ പുറത്തായിട്ട് എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ക്യാരകും കൂട്ടരും ഒരു കുഴപ്പവും പറ്റാതെ അങ്ങോട്ട് തിരിച്ചു വന്നു കണ്ട് അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മറ്റൊരിടത്തായിട്ട് ക്യാരകിന്റെ യഥാർത്ഥ ഫാമിലി നിൽക്കുന്നുണ്ട്. അവരിപ്പം പഴയതുപോലെ തന്നെ ഒരു മലയുടെ മുകളിലേക്ക് ഓടി കയറാണ്. അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അവരിപ്പോഴും ക്യാരകിനെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി ഇറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.